ഇന്നത്തെ സുവിശേഷം എന്നെ കാൽവരിയിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത്. ബലിയായി പൂർണ്ണമായി ദൈവപിതാവിൻ്റെ കരങ്ങളിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നതിന് മുൻപുള്ള സമയം, കുരിശിൽ കിടന്ന് പീഡകൾ സഹിക്കുമ്പോൾ രമ്യതപ്പെടുകയാണ് മനുഷ്യനായി പിറന്ന ദൈവപുത്രൻ. തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. നല്ല കളനെ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. ഈ രമ്യതപ്പെടലുകൾക്ക് ശേഷമാണ് ക്രിസ്തു തൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് ബലി പൂർത്തിയാക്കുന്നത്. ഇന്ന് സുവിശേഷവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. നീ സ്നേഹബലിയായി അർപ്പിക്കാൻ ബലിപീഠത്തെ സമീപിക്കുമ്പോൾ നിന്റെ സഹോദരങ്ങളുമായി നീ രമ്യതപ്പെട്ടിരിക്കണം. അല്ലാത്ത പക്ഷം നിനക്ക് പൂർണ്ണമായി നിന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കാനാകില്ല. നിന്റെ ശരീരം ബലിപീഠത്തിനരികിലും നിന്റെ ഹൃദയം ബലിപീഠത്തിൽ നിന്ന് വിദൂരത്തുമായിരിക്കും. ഈ തപസ്സുകാലത്ത് ബലിപീഠത്തെ സമീപിക്കുമ്പോൾ സഹോദരങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള വിരോധമില്ല എന്ന് നിങ്ങൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. ഗുരു പ്രകാരം പറയും, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് അവിടെ വച്ച് ഓർത്താൽ കാഴ്ചവസ്തു ബലിപീഠത്തിന് മുൻപിൽ വച്ച ശേഷം പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക.